എടോ പ്രിയങ്ക, താനിപ്പോ ചോദിച്ച ചോദ്യം ഞാൻ തന്നോട് അങ്ങോട്ടല്ലേ ചോദിക്കേണ്ടത്? നീയല്ലേ അവനെ വർഷങ്ങളായി മനസ്സിലിട്ടുകൊണ്ട് നടന്നത്? ഞാൻ ആരോഗ്യം കണ്ടിട്ട് ഇത്രക്കിത്ര ദിവസങ്ങളായുള്ളൂ. പക്ഷെ അതുപോലെയാണോ നീ? ക്രൂരമായ ചിരിയോടെ, എന്നാൽ കുഴഞ്ഞുപോയ ശബ്ദത്തിൽ സിദ്ധാർത്ഥത് ചോദിച്ചതും പ്രിയങ്കയ്ക്ക് ഉത്തരമില്ലാതായിപ്പോയി. ശരിയാണ്, വർഷങ്ങളായിട്ട് താൻ മനസ്സിലിട്ടുകൊണ്ട് നടന്ന പുരുഷനാണ് അക്ഷിത്. അവന്റെ സൗന്ദര്യം, സ്വത്ത്, പണം, അങ്ങനെ എല്ലാത്തിനും ഏറ്റവും മുന്നിൽ നിൽക്കുന്നൊരു അവനെപ്പോലെ ഒരുവന്റെ ഭാര്യയായിരിക്കുക എന്നത് പറഞ്ഞാൽ ചില്ലറ കാര്യമല്ല. അവനോട് ഈ സമൂഹത്തിന് മുമ്പിൽ കിട്ടുന്ന നിലയും വിലയും സന്തോഷവും പ്രിയങ്ക ഉന്മാദത്തോടെ ആലോചിച്ചു. ശേഷം ഒഴിച്ചു വെച്ചിരുന്ന ഒരു ഗ്ലാസ്സിലെ പെഗ്ഗെടുത്ത് ഒറ്റ വലിക്ക് കുടിച്ചു. ഷേ, എന്താ ഇത്? പ്രിയേ, അനന്യ അവളെ തടയാൻ ശ്രമിക്കുന്നുണ്ട്. നീ മിണ്ടരുത്. ചൂണ്ടുവിരൽ ചുണ്ടിന് മുകളിൽ വെച്ചുകൊണ്ട് ദേഷ്യത്തോടെ പ്രിയങ്ക ആരും ശ്രദ്ധിക്കാത്ത ഒരിടത്തേക്ക് നടന്നപ്പോൾ പിന്നാലെ തന്നെ അനന്യയും അവിടേക്ക് ചെന്നു. എന്താ പ്രിയ ഇതൊക്കെ? ഇത്രയും ആളുകൾ പങ്കെടുക്കുന്ന ഫംഗ്ഷൻ അല്ലേ? എന്തായാലും നീ കുടിക്കണ്ടായിരുന്നു. എത്രയോ ആളുകൾ ആ സമയം നിന്നെ ശ്രദ്ധിച്ചെന്നറിയുമോ? അതിനിപ്പോ എനിക്കെന്താ? ഏ ഞാൻ ആഗ്രഹിച്ച പുരുഷൻ അവൻ എന്നേക്കുമായി എന്റെ കൈപ്പിടിയിൽ നിന്ന് അകലാൻ പോവാണ്. ആ സമയത്ത് പിന്നെ ഞാൻ എങ്ങനെ റിയാക്ട് ചെയ്യണം? പ്രിയ അലർന്നതുപോലെ അനന്യയോട് ചോദിച്ചു. അനന്യയ്ക്കും പ്രത്യേകിച്ച് മറുപടിയൊന്നുമില്ല. പ്രിയെ, നീ ആദ്യം ഒന്ന് സമാധാനപ്പെട്. ആ സിദ്ധാർത്ഥ നിന്നെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി എന്തോ പറഞ്ഞതാ. എന്തായാലും അവൻ കാര്യം ശരിയല്ലേ നോക്കനു, നീ കാരണമാണ് എനിക്ക് എന്റെ പ്ലാൻ ഡ്രോപ്പ് ചെയ്യേണ്ടി വന്നത്. പ്രിയങ്ക മനസ്സിൽ ബാക്കിയുണ്ടായിരുന്ന ദേഷ്യം മുഴുവൻ അനന്യയ്ക്ക് മേലെ തീർത്തു. എന്റെ പ്രിയെ, നീ ഇത് എന്ത് ഭാവിച്ചാ? ഏട്ടന്റെ നല്ലൊരു ദിവസം സ്പോയിൽ ചെയ്തുകൊണ്ട് എന്തായാലും ഒരു പ്ലാനും നീ ഇവിടെ എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്നില്ല, അനന്യ വാശിയോടെ പറഞ്ഞു. തിരിച്ചൊന്നും പറഞ്ഞില്ലെങ്കിലും എന്തോ അനന്യയുടെ ആ ഓവർ കോൺഫിഡൻസ് പ്രിയങ്കയ്ക്ക് അത്ര ഇഷ്ടായില്ല. ഒപ്പം ഉള്ളിൽ പടർന്നു തുടങ്ങിയ മദ്യത്തിന്റെ ലഹരി കൂടിയായപ്പോൾ മനസ്സിൽ ചില കണക്കുകൂട്ടലുകൾ നടത്തിക്കൊണ്ട് അനന്യയോട് പ്രത്യേകിച്ച് ഒന്നും പറയാതെ പ്രിയങ്ക നേരെ ആൾത്തിരക്കിലൂടെ അകത്തേക്ക് തന്നെ ചെന്നു നിന്നു. അപ്പോഴാണ് അനന്യയുടെ ഓഫീസിലെ പഴയ സ്റ്റാഫുകളേക്ക് അവൾ കണ്ടത്. അനന്യ അവരോടൊക്കെ സംസാരിക്കാനായി അങ്ങോട്ട് പോയി. പ്രിയങ്ക നാലുപാടും ഒന്ന് നോക്കി. ഇത് തന്നെയാണ് ഏറ്റവും ഉചിതമായ മുഹൂർത്തം. സോറി അനന്യ, ഞാൻ ഇപ്പോഴും അല്പം സെൽഫിഷാണ്. പ്രിയങ്ക അതും മനസ്സിൽ പറഞ്ഞുകൊണ്ട് നിരത്തി വെച്ചിരിക്കുന്ന ജ്യൂസുകളിൽ നിന്ന് ഒന്ന് കയ്യിലേക്കെടുത്തു. പിന്നെ ആരും ശ്രദ്ധിക്കാത്ത ഒരിടത്തേക്ക് മാറി നിന്നു. കയ്യിൽ കരുതിയ മിശ്രിതം ജ്യൂസിലേക്ക് ഒഴിച്ച ശേഷം അതിന്റെ ബോട്ടിൽ അവൾ വേസ്റ്റ് ബിന്നിലേക്കിട്ടു. സ്ട്രോ വെച്ച് ജ്യൂസ് കലക്കിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ മറ്റൊരാൾ തന്നെ ശ്രദ്ധിക്കുന്നത് പ്രിയങ്ക കണ്ടു. പെട്ടെന്നവൾ മുഖത്ത് ഭാവവ്യത്യാസം വരുത്തി അയാളെ നോക്കി ഒന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. നിങ്ങൾ എന്താ ഇവിടെ ചെയ്യുന്നത്? അവൾ എന്തോ ആ ജ്യൂസിലേക്ക് ഇട്ട ശേഷം കുപ്പി വേസ്റ്റ് ബിന്നിലേക്ക് ഇടുന്നത് അയാൾ വ്യക്തമായി കണ്ടു. അതുകൊണ്ടാണ് അയാൾ അങ്ങനെ ചോദിച്ചത്. ഞാനിവിടെ എന്ത് ചെയ്യാൻ? ശബ്ദത്തിലെ പതർച്ച പരമാവധി മറച്ചു വെച്ചുകൊണ്ട് അവൾ അത് ചോദിച്ചപ്പോൾ രൂക്ഷമായ മദ്യത്തിന്റെ ഗന്ധം അയാളുടെ മുഖത്തേക്ക് അടിച്ചു. പ്രിയ കയ്യിൽ കരുതിയ ജ്യൂസുമായി അയാളെ തള്ളി നീക്കിക്കൊണ്ട് മുന്നോട്ട് നടന്നതും പെട്ടെന്ന് ആ മനുഷ്യൻ അവൾ വേസ്റ്റ് ബിന്നിലേക്കിട്ട കുപ്പി കയ്യിലെടുത്ത് നോക്കി. ആ മരുന്നിന്റെ പേര് വായിച്ചതും അയാളൊന്ന് വല്ലാതായി. പിന്നെ പെട്ടെന്ന് തന്നെ പ്രിയയ്ക്ക് പിന്നാലെ അവിടേക്ക് ചെന്നു. നിങ്ങളിത് ആർക്ക് കൊടുക്കാനാ കൊണ്ടുപോകുന്നത്? അതീവ ദേഷ്യത്തോടെ അയാൾ തിരക്കി. ഞാനിത് ആർക്ക് കൊടുത്താലും തനിക്കെന്താ? ഒരു പൂടകളവാ. പാർട്ടിക്ക് വിളിച്ചാ വന്ന് തിന്നിട്ട് പൊക്കോണം, അല്ലാതെ കൊച്ചു പെമ്പിള്ളേരെ കാണുമ്പോൾ ഇങ്ങനെ പിന്നാലെ വരരുത്. പ്രിയങ്ക പെരുമാറുന്നത് അത്രയും ഉള്ളിൽ അടിഞ്ഞുകൂടിയ ലഹരിയുടെ പുറത്താണ്. അവരുടെ ഉറക്കെയുള്ള സംസാരം കേട്ട് രണ്ടാളുകൾ അവിടേക്ക് വന്നു. എന്താ രാമൻ, എന്താ സാർ കാര്യം? രാമചന്ദ്രനെ നന്നായി അടുത്തറിയുന്ന 3-4 പേര് അയാൾക്കരികിലേക്ക് വന്ന് ചോദിച്ചു. നന്ദ്യാർ ഗ്രൂപ്പ് സിഇഒ രാമചന്ദ്ര മേനോനായിരുന്നു അത്. അക്ഷയുടെ അച്ഛൻ ആനന്ദന്റെ ഉറ്റ സുഹൃത്തും ബിസിനസ്സിലെ അക്ഷയുടെ വഴികാട്ടിയുമായ വലിയൊരു മനുഷ്യൻ. പ്രിയങ്ക ആടിക്കൊഴിഞ്ഞുകൊണ്ട് എന്തൊക്കെയോ പുലമ്പുന്നത് കേട്ടതും ഒരു കോൾ വന്ന് തിരക്കുകളിൽ നിന്ന് അല്പം മാറി സംസാരിച്ചുകൊണ്ട് നിന്ന അക്ഷിതും ശബ്ദം കേട്ട് അവിടേക്ക് വന്നു. അവൻ കോൾ കട്ട് ചെയ്ത് ഫോൺ പോക്കറ്റിലേക്ക് ഇട്ടു. എന്തുറ്റെങ്കിൽ അക്ഷിത് ഒന്ന് രാമചന്ദ്രനോട് ചോദിച്ചു. അക്ഷി മോനെ, ഞാൻ ആ ബാക്കിലെ സ്പേസിൽ നിൽക്കുമ്പോൾ ഈ കുട്ടി അവിടെ നിന്നതാ കയ്യിലിരിക്കുന്ന ജ്യൂസിൽ എന്തോ ലിക്വിഡ് കലക്കുന്നത് ഞാൻ വ്യക്തമായി കണ്ടു. ശേഷം ആ ബോട്ടിൽ ബിന്നിലേക്കിട്ടു. എന്തോ ഇവരുടെ നിൽപ്പും മട്ടും ഭാവവും ഒക്കെ കണ്ടപ്പോൾ സംഗതി എത്ര ക്ലീനല്ലെന്ന് തോന്നിയതുകൊണ്ട് തന്നെ ഞാൻ കയറി ചോദ്യം ചെയ്തത്.
അപ്പൊ എന്നോട് വളരെ മോശമായി സംസാരിച്ചു. ബിന്നിലിട്ട ബോട്ടിൽ ഞാൻ എടുത്തു നോക്കി. അത് പറയുന്നതോടൊപ്പം രാമനാഥൻ ആ ബോട്ടിൽ അക്ഷിക്ക് നേരെ നീട്ടി. ഇതാണ് ഇവൾ ബിന്നിലിട്ടത്. അവന്റെ മുഖത്ത് വല്ലാത്തൊരു അതിശയം. മുന്നിൽ ആടിക്കുഴിഞ്ഞ് കയ്യിൽ ജ്യൂസ് ഗ്ലാസുമായി നിൽക്കുന്ന പ്രിയയെ കണ്ടതും അക്ഷിയുടെ കടപ്പല്ലുകൾ ഞെരിഞ്ഞമർന്നു. പ്രിയങ്ക, എന്താ നീ ഇത് ജ്യൂസിൽ കലർത്തിയത്? അക്ഷി ഒരൊറ്റ നിമിഷത്തെ നിശബ്ദതയ്ക്ക് ശേഷം ചോദിച്ചു. ഏയ്, ഒന്നുമില്ല അക്ഷി. ഞാനല്ലെങ്കിൽ തന്നെ ഇതിൽ എന്ത് കലക്കാനാ? ഇയാൾക്ക് വട്ടാ. അവൾ കുഴിഞ്ഞുപോയ ശബ്ദത്തിൽ പറഞ്ഞതും അക്ഷി ദേഷ്യത്തോടെ മുഷ്ടി ചുരുട്ടി പിടിച്ചു. എങ്കിലൊരു കാര്യം ചെയ്യാം. നമുക്ക് ബാക്ക് സ്പേസിലെ CCTV ഫുട്ടേജ് ചെക്ക് ചെയ്യാം. അപ്പൊ കൃത്യമായി കാര്യങ്ങൾ അറിയാലോ. ഒപ്പം ആരാ കള്ളം പറയുന്നതെന്ന് നമുക്ക് തെളിയിക്കുകയും ചെയ്യാം. അക്ഷി പറഞ്ഞതും മനസ്സിലായി. തന്റെ കയ്യിൽ നിന്ന് സംഭവം വഴുതിപ്പോയി എന്നവൾക്ക്. ഒരു പിടിവള്ളി പോലെ പ്രിയങ്കയുടെ കണ്ണുകൾ നാല് പാടും അനന്യ അന്വേഷിച്ചു. ആളുകൾക്കിടയിൽ വെറുപ്പോടെ പ്രിയങ്കയ്ക്ക് നേർക്ക് മുഖം തിരിച്ചു നിന്ന് കളഞ്ഞു അനന്യ. അക്ഷി, പ്ലീസ് അക്ഷി, ഇത് ഞാൻ വെറുതെ. പ്രിയങ്ക എന്തു പറയണോന്നറിയാതെ തല കുനിച്ചു നിൽക്കുവാണ്. പറ പ്രിയങ്ക, നീ ആരെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ ചീപ്പ് ഷോ ഇവിടെ നടത്തിയത്? ആ, അക്ഷിത് മേനോൻ ആരാണെന്ന് നിനക്ക് നന്നായി അറിയാവുന്നതല്ലേ? ഞാൻ ഓർഗനൈസ് ചെയ്യുന്ന എന്റെ ഇവന്റിൽ എന്തെങ്കിലും ഒരു പാളിച്ച പറ്റിയാൽ എന്തു വില കൊടുത്തും ഞാനത് അന്വേഷിച്ച് കണ്ടെത്തുമെന്ന് നിനക്കറിയാവുന്നതല്ലേ? എന്നിട്ടും ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് നീ എന്തിനാ ഇറങ്ങിത്തിരിച്ചത്? പറ, നീ ആരെ ലക്ഷ്യം വെച്ചാണ് ഈ മരുന്ന് ജ്യൂസിൽ കലർത്തിയത്? അത് പ്രിയങ്ക നിന്ന് വിക്കി. നോക്ക് പ്രിയങ്ക, മര്യാദയ്ക്ക് പറഞ്ഞാൽ ഇത് ഇവിടം കൊണ്ട് തീരും. അതല്ല കോംപ്ലിക്കേറ്റഡ് ആക്കാനാണ് നിന്റെ ഉദ്ദേശമെങ്കിൽ ഞാൻ പോലീസിൽ ഇൻഫോം ചെയ്യാം. ശേഷം അവരന്വേഷിച്ച് കണ്ടെത്തട്ടെ. വേണ്ട അക്ഷി, പോലീസിലൊന്നും ഇൻഫോം ചെയ്യണ്ട. ഞാൻ ഞാൻ പറയാം. ആ, ആര്? അത്രയ്ക്ക് പറഞ്ഞ് പ്രിയങ്കയ്ക്ക് ഓർമ്മയുണ്ടായിരുന്നുള്ളൂ. ആരോഹി എന്ന പേര് മുഴുവിപ്പിക്കാൻ പോലും അക്ഷിത് അവളെ സമ്മതിച്ചില്ല. അതിനു മുമ്പേ തന്നെ അവന്റെ ശക്തിയേറിയ കരങ്ങൾ അവളുടെ കവിളിൽ പതിഞ്ഞിരുന്നു. കിട്ടിയ അടിയുടെ ആഘാതത്തിലും ഉള്ളിലെ മദ്യത്തിന്റെ ലഹരിയിലും പിടുത്തം കിട്ടാതെ വെറും നിലത്തേക്ക് വീണുപോയി പ്രിയങ്ക. ഒടുക്കം ആരൊക്കെയോ ചേർന്ന് അക്ഷയെ പിടിച്ചു മാറ്റുകയും പ്രിയങ്കയെ റെസ്റ്റ് റൂമിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നു അക്ഷയ സമയം. ഒടുക്കം ഓരോരോ ആളുകൾ പറഞ്ഞ് ആ വാർത്ത ആ ഹോൾ മുഴുവൻ പാട്ടായി. പ്രിയങ്ക അപ്പോഴും അബോധാവസ്ഥയിൽ റെസ്റ്റ് റൂമിൽ കിടന്ന് എന്തൊക്കെയോ പുലമ്പിക്കൊണ്ടിരിക്കുകയാണ്. ആരിൽ നിന്നൊക്കെയോ സത്യങ്ങൾ കേട്ടറിഞ്ഞ് ആരോഗ്യം അവിടെ എത്തിയപ്പോഴേക്ക് എല്ലാം കഴിഞ്ഞിരുന്നു. അവൾ ഒരു വെപ്രാളത്തോടെ അക്ഷയെ നോക്കി. ആ തിരക്കിനിടയിലും അവൻ അവളുടെ അടുത്തേക്ക് വന്നു. ഇപ്പോഴത്തെ അവളുടെ മാനസികാവസ്ഥ നന്നായി അറിയാവുന്നതുകൊണ്ട് തന്നെ അക്ഷയ മെല്ലെ അവളുടെ ചുമലിൽ തട്ടി ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. ആരോഹിയുടെ നെഞ്ച് ഇപ്പോഴും ക്രമം തെറ്റി മിടിക്കുകയാണ്. ഒരുപക്ഷെ പ്രിയങ്ക പ്ലാൻ ചെയ്തതുപോലെ സംഭവിച്ചിരുന്നെങ്കിൽ തന്റെ അവസ്ഥ എന്താകുമായിരുന്നു? ചെവികൾ കൊട്ടിയടയ്ക്കപ്പെട്ടതുപോലെ അവൾ ആ നിൽപ്പ് തുടർന്നു. ചുറ്റുമുള്ള ആളുകളുടെ മുറുമുറുപ്പൊന്നും ആ സമയം അവളുടെ കാതിൽ പതിഞ്ഞില്ല. അവിടെ കൂടി നിന്ന മനുഷ്യരെ ഒന്നും ശ്രദ്ധിക്കാതെ അക്ഷര നേരെ ആരോഗ്യക്കടുത്തേക്ക് നടന്നു. അവളെയും കൂട്ടി തിരക്കൊഴിഞ്ഞൊരിടത്തേക്ക് മാറി നിന്നു. എന്തുപറ്റി? താൻ ഓക്കെയല്ലേ? അവളുടെ കൈപ്പത്തി എടുത്ത് തന്റെ ഉള്ളം കൈയിലേക്ക് വെച്ച് മറുകൈ കൊണ്ട് മെല്ലെ തലോടിക്കൊണ്ടാണ് അക്ഷിത് അത് ചോദിച്ചത്. നിറഞ്ഞ കണ്ണുകളോടെ അവനെ ഒന്ന് നോക്കിയവൾ. മറ്റൊന്നും ചിന്തിക്കാതെ അക്ഷിത് അവളെ അവന്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു. പ്രിയങ്കയുടെ ക്യാരക്ടർ അങ്ങനെയാ. സാരമില്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. അവൾ എന്തായാലും സ്വബോധത്തിലേക്ക് വരട്ടെ. ഞാനവളെ ശരിക്കൊന്ന് കാണുന്നുണ്ട്. മനസ്സിൽ എന്തൊക്കെയോ കണക്കുകൂട്ടലുകളോടെ അക്ഷിത് പറഞ്ഞു. ഞാൻ ഞാൻ വീട്ടിൽ പോയിക്കോട്ടെ? പെട്ടെന്ന് ആരോഗ്യത ചോദിച്ചതും അക്ഷിത് വല്ലാതായി. അവളുടെ ഉള്ളിലെ ചിന്തകൾ ഇപ്പോഴെന്തായിരിക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് താൻ ഇനിയും ഈ പരിപാടിയിൽ അവളെ പിടിച്ചു നിർത്തുന്നതിൽ അർത്ഥമില്ലെന്ന് അവന് തോന്നി. ഞാൻ കൊണ്ടുവിടാം, ഒരു മിനിറ്റ്. അത് പറഞ്ഞുകൊണ്ട് അവൻ ആരോടോ എന്തോ പറയാനായി തിരിഞ്ഞതും ആരോഗ്യം അവന്റെ കൈകളിൽ കയറി പിടിച്ചു. വേണ്ട, നമ്മൾ ക്ഷണിച്ചിട്ട് വന്ന അതിഥികളാ ഇവിടെ ഉള്ളത്. അവരോട് നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട്. അക്ഷയ് ഇവിടെ ഉണ്ടാവണം. ഞാനൊരു ഊബർ വിളിച്ചു പോയിക്കോളാം. എന്ത് തീരുമാനം എടുക്കണമെന്നറിയാതെ അക്ഷയ് ആകുലതയോടെ ചൂണ്ടുവിരൽ കൊണ്ട് നെറ്റിയൊന്ന് കോറിവിട്ടു. ഒരു കാര്യം ചെയ്യാം, ഞാൻ എൻ്റെ ഡ്രൈവറോട് പറയാം തന്നെ കൊണ്ടുവിടാൻ. ഈ സമയത്തിന് ഊബറിലൊന്നും പോകാൻ നിൽക്കണ്ട. അയാൾ സേഫായിട്ട് വീട്ടിലെത്തിക്കും. ഓക്കെ? ആരോഗ്യയുടെ കവിളിലൊന്ന് തട്ടിക്കൊണ്ട് അക്ഷയ് അത് ചോദിച്ചതും അവനു വേണ്ടി അവളുടെ മുഖത്ത് ഒരു പുഞ്ചിരി വിരിഞ്ഞു. അക്ഷിത് അവന്റെ അതരങ്ങൾ അവളുടെ നെറ്റിയിലേക്ക് പതിപ്പിച്ചു. ശേഷം അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് തന്നെ അവിടേക്ക് വന്നു. ഫോൺ എടുത്ത് ഡ്രൈവറെ വിളിച്ച ശേഷം
കാറിന്റെ കീ അയാളുടെ കയ്യിലേക്ക് കൊടുത്തു. ഊർമിളയോടും അല്ലിയോടും ആനന്ദനോടും എല്ലാവരോടും യാത്ര പറഞ്ഞ് ആരോഹി വീട്ടിലേക്ക് തിരിച്ചു. അതേസമയം രാത്രി അല്പം വൈകിയേ വരൂന്ന് പറഞ്ഞിട്ട് പോയ മകൾ ഇത്ര പെട്ടെന്ന് വന്നത് കണ്ടപ്പോൾ വസുതയ്ക്കും ചെറിയൊരു സംശയം തോന്നി. ഒപ്പം ആരോഹിയുടെ കലങ്ങിപ്പോയ കണ്ണുകളും. എന്താ മോളെ, എന്തു പറ്റി? വേവലാതിയോടെ അവർ അവൾക്ക് അടുത്തേക്ക് വന്ന് നിന്ന് ചോദിച്ചു. ഏയ്, ഒന്നുമില്ലമ്മേ, എനിക്കൊരു ചെറിയ തലവേദന. നോക്കാരോഹി, നിന്നെ ഞാൻ കാണാൻ തുടങ്ങിയത് ഇന്നോ ഇന്നലെയോ അല്ല. അതുകൊണ്ട് എന്നോട് കള്ളം പറയുമ്പോൾ സൂക്ഷിച്ചു വേണം. അവിടെ നടന്ന കാര്യങ്ങളെല്ലാം ആരോഹി വസ്തുയെ പറഞ്ഞ് കേൾപ്പിച്ചു. അവരവളുടെ ചുമലിത്തട്ടി ആശ്വസിപ്പിച്ചു. അയ്യേ, ഇത്ര ചെറിയ കാര്യത്തിനാണോ എന്റെ മോളിങ്ങനെ കരഞ്ഞത്? നോക്ക്, അവൾ അവളുടെ സ്വഭാവ ഗുണം കാണിച്ചു. പിന്നെ അവൾക്ക് പണ്ട് മുതലേ അക്ഷയോട് ഒരു താല്പര്യം ഉണ്ടായിരുന്നല്ലോ. അവനെ നഷ്ടപ്പെടുമെന്ന് ഓർത്തപ്പോ മുന്നും പിന്നും നോക്കാതെ എടുത്തു ചാടി ചെയ്തതാവും അത്. മോളിതൊന്നും കാര്യാക്കാൻ നിൽക്കണ്ട. എന്തായാലും നിങ്ങൾ വിവാഹം കഴിക്കാൻ പോകുന്നവരാ. നീ എങ്ങനെയുള്ള പെണ്ണാണെന്ന് അക്ഷയ്ക്കറിയാം. അവൻ നിന്നെ പൂർണ്ണമായി മനസ്സിലാക്കിയ ശേഷമാണ് ഇങ്ങനെയൊരു വിവാഹാലോചനയുമായി ഇവിടേക്ക് വന്നതുപോലും. അതുകൊണ്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ആലോചിച്ച് മോള് മനസ്സ് വിഷമിപ്പിക്കരുത്. ചെന്ന് ഈ വേഷമൊക്കെ മാറിയിട്ട് കിടന്നൊന്ന് ഉറങ്ങാം. ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ എല്ലാം ശരിയാവും. വസുത പറഞ്ഞതുപോലെ ഒന്ന് ഉറങ്ങി എഴുന്നേറ്റ് കഴിയുമ്പോൾ മാറാൻ പാകത്തിനുള്ള ഒരു ദുസ്വപ്നമായിരുന്നില്ലത്. തന്റെ ജീവിതത്തിൽ ഇന്നലെ സംഭവിച്ചത്. തനിക്ക് ചുറ്റും തന്നെ ഇത്രയേറെ വെറുക്കുന്ന കുറച്ച് മനുഷ്യരുണ്ടെന്നറിഞ്ഞ് ആരോഹിക്കൊരു വലിയ ഞെട്ടലായിരുന്നു. പ്രിയങ്ക അത് ചെയ്തു എന്നതിനേക്കാൾ ഉപരി പ്രിയങ്കയുടെ ഉറ്റ സുഹൃത്തായ അനന്യയും അതിന് കൂട്ടുനിന്നു എന്ന ചിന്തയാണ് ആരോഹിയെ കൂടുതൽ വേദനിപ്പിച്ചത്. അനന്യയ്ക്കൊക്കെ ഇപ്പോഴും തന്നോട് ദേഷ്യമാണ്. ഇനി താനാ വീട്ടിലേക്ക് അക്ഷയുടെ ഭാര്യയായി കടന്നു ചെന്ന് കഴിയുമ്പോൾ ഏതു വിധമായിരിക്കും അവൾ തന്നോട് പെരുമാറുന്നത്? ആരോഹി വീണ്ടും വെപ്രാളത്തോടെ ഓർത്തു. കുറച്ചേറെ സമയം കണ്ണുകൾ ഇറുക്കിയടിച്ചവൾ കട്ടിലിൽ തന്നെയിരുന്നു. ഓഫീസിലേക്ക് പോകാൻ മടി തോന്നിയെങ്കിലും അക്ഷയെ കാണാലോ എന്നോർത്തപ്പോൾ സന്തോഷവും തോന്നി അവൾക്ക്. പെട്ടെന്ന് തന്നെ റെഡിയായി കോട്ടന്റെ ഒരു ചുരിദാർ എടുത്ത് ധരിച്ച് താഴേക്ക് നടന്നവൾ പതിവ് പോലെ അവൾക്ക് കൊണ്ടുപോകാനുള്ള സാധനങ്ങളെല്ലാം വസതി എടുത്തു വെച്ചിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ലഞ്ച് എടുത്ത് ബാഗിലേക്ക് വെച്ച് വസ്തുയോട് യാത്ര പറഞ്ഞ് ആരോഗ്യ ഓഫീസിലേക്ക് ഇറങ്ങി. അപ്പോഴാണ് അവളുടെ ഫോണിലേക്ക് അക്ഷയുടെ മെസ്സേജ് വന്നത്. അക്ഷി ഇന്ന് ഉച്ച കഴിഞ്ഞേ വരുമെന്ന്. ഇന്നലെ ഏറെ വൈകിയാണ് അവരൊക്കെ ഇവിടെ നിന്നും മടങ്ങി വീട്ടിലേക്ക് പോയത്. ഒപ്പം അവന് ചെറിയൊരു തലവേദന കൂടി ഉണ്ടെന്ന് കേട്ടതോടെ ആരോഗ്യക്ക് അങ്ങോട്ട് ആദ്യ കയറി. എങ്ങനെയൊക്കെയോ ഒരുവിധം ഉച്ചവരെ അവൾ പിടിച്ചിരുന്നു. പക്ഷെ ഉച്ച കഴിഞ്ഞിട്ടും അക്ഷയെ കാണാതായതോടെ അവനെ അങ്ങോട്ട് വിളിക്കാൻ തന്നെ തീരുമാനിച്ചു. അടഞ്ഞുപോയ അക്ഷയുടെ സ്വരം അവളുടെ കാതിൽ പതിഞ്ഞു. എത്തുപറ്റി അക്ഷി? കുറവില്ലേ തലവേദന? ഇല്ലടോ, നല്ല പെയിനുണ്ട്. ഹോസ്പിറ്റലിൽ പോയില്ലേ? ഡോക്ടർ വീട്ടിലേക്ക് വന്നു, മെഡിസിൻ കഴിച്ചു. റെസ്റ്റ് എടുക്ക അക്ഷി, എല്ലാം പെട്ടെന്ന് മാറും. ഞാൻ തന്നെ പിന്നെ വിളിക്കാം കേട്ടോ. അക്ഷയ് അത് പറഞ്ഞുകൊണ്ട് ഫോൺ വെച്ചു. അവൾക്ക് വല്ലാത്ത മടുപ്പ് തോന്നുന്നുണ്ടായിരുന്നു. എന്തോ അക്ഷയ് അടുത്തില്ലാത്തപ്പോൾ തനിക്ക് ചുറ്റുമുള്ള ലോകം പോലും ശൂന്യമായി പോയതുപോലെ ഒരു തോന്നൽ അവളിൽ വന്നു നിറഞ്ഞു. എങ്ങനെയോ ഒരുവിധം 5 മണി വരെ ഓഫീസിലിരുന്ന് പഞ്ചൗട്ട് ചെയ്ത് തിരികെ പോകാനായി ഇറങ്ങുന്ന നേരത്താണ് ആളുടെ മുമ്പിലേക്ക് ഒരു ബ്ലാക്ക് BMW വന്ന് നിന്നത്. ഞെട്ടലോടെ അവൾ അതിനുള്ളിലേക്ക് നോക്കി. അക്ഷയാണ്. അവൻ കാറിന്റെ ഗ്ലാസുകൾ മെല്ലെ താഴ്ത്തി. ആരോഗ്യ പിന്നെ മറ്റൊന്നും ചിന്തിക്കാതെ ഡോർ തുറന്നകത്തേക്ക് കയറി. ഒരു കാഷ്വൽ ടീഷർട്ടും ജീൻസുമാണ് അവന്റെ വേഷം. ഉള്ളിലെ ക്ഷീണം മുഴുവൻ പുറത്തറിയും വിധമായിരുന്നു അവന്റെ മുഖം. മുടിയിഴകൾ അഴിഞ്ഞുളിഞ്ഞ് നെറ്റിയിലേക്ക് കിടക്കുന്നു. എപ്പോഴും ടിപ് ടോപ്പിൽ മാത്രം കാണാറുള്ളവൻ നന്നേ ക്ഷീണിതനായി പോയിരുന്നു. എന്തിനാ അക്ഷയ് ഇവിടേക്ക് വന്നത്? ഭയങ്കര റെസ്റ്റ് എടുക്കാൻ ഞാൻ പറഞ്ഞതല്ലേ. ഈ വയ്യായികയും വെച്ച് ഡ്രൈവ് ചെയ്യേണ്ട കാര്യമുണ്ടായിരുന്നോ? എനിക്ക് വീട്ടിൽ നിന്നപ്പോൾ തന്നെ നിന്നെ ഒന്ന് കാണാൻ തോന്നി. അക്ഷയുടെ സംസാരം അവളുടെ ചൊടികളിൽ ഒരു ചിരി വിരിയിച്ചു. അവൾക്കൊപ്പം അവനും ചിരിച്ചു. എനിക്ക് വീട്ടിൽ നിന്നപ്പോൾ തന്നെ ഒന്ന് കാണാൻ തോന്നി. അക്ഷയുടെ സംസാരം അവളുടെ ചൊടികളിൽ ഒരു ചിരി വിരിയിച്ചു. അവൾക്കൊപ്പം അവനും ചിരിച്ചു. എന്റെ പെണ്ണിനെ കാണാഞ്ഞിട്ട് ആകെ ഒരു സമാധാനക്കുറവ്. പിന്നെ ഒന്നും നോക്കിയില്ല, വണ്ടി എടുത്തു പോന്നു. പിന്നെ ഞാനിവിടെ വരുമ്പോൾ താൻ പോകരുതേ എന്ന് മാത്രമേ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. പറഞ്ഞുകൊണ്ടവൻ വണ്ടി മുന്നോട്ടെടുത്തു. ആരോഹിത്തല്ല അധികാരത്തോടെ അവന്റെ നെറ്റിയിലും കഴുത്തിലും കൈവച്ച് പനിയുണ്ടോ എന്നൊക്കെ നോക്കി. പെട്ടെന്ന് അക്ഷി ഇടം കൈകൊണ്ട് അവളുടെ കയ്യിൽ പിടിച്ചു. അക്ഷി, സൂക്ഷിച്ചു വണ്ടി ഓടിക്കൂട്ടോ. അവളത് പറഞ്ഞുവെങ്കിലും അക്ഷി അത് പിടിവിട്ടില്ല. പകരം അവളുടെ കൈവിരലിൽ ഒന്നു മുത്തി.
വീണ്ടും പിന്നിലേക്ക് വലിക്കാൻ ആരോഹി ശ്രമിച്ചപ്പോൾ അക്ഷയ് ചെറുതായി അവളുടെ വിരലിൽ ഒന്ന് കടിച്ചു വിട്ടു. ആരോഹി മുഖം ചിരിച്ചു നോക്കിയതും അവന്റെ കുസൃതി നിറഞ്ഞ മിഴികൾ ഒന്ന് ചുരുങ്ങി. തുടരും. കഥ വായിച്ചിട്ട് ഇഷ്ടമാണെങ്കിൽ ലൈക്കും കമന്റും തരാൻ മറക്കല്ലേ. ഒപ്പം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സ്നേഹത്തോടെ മിത്രവിന്ദ.